പുറമേ നിന്ന് കാണുമ്പോൾ കുഞ്ഞു വീടാണെങ്കിലും അകത്ത് നല്ല വിശാലമായ ഷോറൂമാണ് മക്കളെ. ചിലപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ടൊരു പന്നിയുടെ ആക്രമണം കാണാൻ സാധിക്കുന്നതായിരിക്കും. അങ്ങനെ അടുക്കളയിൽ ഏറ്റവും വിലപിടിപ്പുള്ളൊരു സാധനം ഉണ്ട് കേട്ടോ. കുബേരനെ വെച്ച പൈസ കൊണ്ട് വരുമെന്ന് പറഞ്ഞിട്ട് വേണ്ടേ 10-20 വർഷം കൊണ്ട് ഈ ഏമാനിനകത്തിരിക്കുക. എന്നിട്ട് ഇതിനകത്ത് ദാരിദ്ര്യം ഇതിനകത്ത് വീണില്ലെങ്കിൽ നമുക്ക് ഹോം ടൂർ ഫുള്ളാക്കാം. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫുഡ് ആൻഡ് ട്രാവൽ. നല്ല മഴ വരുന്നുണ്ട്, മിക്കവാറും നനയാനുള്ള ചാൻസ് ഉണ്ട്. കുറേ പേര് ചോദിച്ചിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് എടുക്കണേ. കളറാണ് അതിനകത്ത് പോകുന്നുണ്ടോ, അങ്ങോട്ട് മാറിയിരിക്കാം. ഇതിനകത്ത് വീണില്ലെങ്കിൽ നമുക്ക് ഹോം ടൂർ ഫുള്ളാക്കാം. ഇന്ന് നമ്മുടെ വിദ്രയിലുള്ള അമ്മ വീട്ടിൻ്റെ ഹോം ടൂറാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് പേര് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോഴും ഇവിടുത്തെ ഹോം ടൂർ ചെയ്യാമോയെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് ഹോം ടൂറിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ കിളിക്കൂട്, കണ്ടോ. പുറമേ നിന്ന് കാണുമ്പോൾ കുഞ്ഞു വീടാണെങ്കിലും അകത്ത് നല്ല വിശാലമായ ഷോറൂമാണ് മക്കളെ. ടൂർ എടുക്കാൻ വേണ്ടി പോയപ്പോൾ കറണ്ട് പോയി. അതല്ലെങ്കിലും അങ്ങനെയാണ്, ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ അപ്പം കറണ്ട് അങ്ങ് പോയി തരും. നല്ല മഴയും വരുന്നു. ആ പുറകെ ഇരിക്കുന്നതാണ് വീട് കേട്ടോ. ബാ, പറ്റുന്ന പോലെ കിടക്കാം. ആദ്യം വരുമ്പോഴേ ഒരു മുട്ടക്കാട്ട കിണറുണ്ട് കേട്ടോ. പഞ്ചായത്ത് കിണറാണേ. ഇതിനാണ് ഈ ഏരിയയിലുള്ള എല്ലാവരും ആദ്യം വെള്ളം എടുത്തുകൊണ്ടിരുന്നെങ്കിലും ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും പൈപ്പ് കണക്ഷനൊക്കെ ഉള്ളതുകൊണ്ട് ആർക്കും ഇതിൽ വെള്ളം വേണ്ട. എന്നാലും ഞങ്ങൾ എടുക്കുന്നുണ്ട് കേട്ടോ. അടുത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ ചാടി വരുമ്പോൾ ഇതാ ഇരിക്കുന്നു ലൈൻ വാട്ടർ. എപ്പോഴും വെള്ളം ഉണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് കിണറ്റിൽ വെള്ളം ആർക്കും വേണ്ടാത്തത്. സത്യം പറഞ്ഞാൽ തുറന്നു നോക്കാം. ആഹാ, അടിപൊളി വെള്ളമില്ല. എൻ്റെ തമ്പുരാരേ, ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തേക്കുന്നു ഗൈസ്. ഒരു കാലത്ത് വെള്ളമില്ലാത്തൊരു പൈപ്പ്. ഇതാണ് നമ്മുടെ വീട്. ഇതിൻ്റെ ഫ്രണ്ടിൽ ആക്രിക്കട പോലെ പാത്രങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം പൈപ്പിൽ വെള്ളം വരുമ്പോൾ പിടിച്ച് വയ്ക്കാൻ വേണ്ടിയുള്ള പാത്രങ്ങളാണ്. വെള്ളം വേണമല്ലോ. പുറമേ നോക്കുമ്പോൾ വീട് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. കുഞ്ഞു വീടാട്ടോ. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് ടൂർ പോവാം. കറണ്ട് വന്നോ? ഹോം ടൂർ എടുക്കുവാണെന്ന് പറഞ്ഞിട്ട് അമ്മ ഈ ചവിട്ടിയൊക്കെ ആർക്കൊള്ളാണോ ഇവിടെ ഉള്ളത് തന്നെ ആയിരിക്കും കേട്ടോ. ഇതാണ് നമ്മുടെ ഹാളെന്ന് സിറ്റൗട്ട് എന്നൊക്കെ പറയാം. ഞങ്ങൾക്കിത് വിശാലമായ ഹാള്, നിങ്ങൾക്കത് സിറ്റൗട്ടെന്നാ വരാന്തെന്നൊക്കെ പറയാം. കണ്ടോ, വന്ന് കയറുമ്പോൾ ഇവിടെയാണ് ഫസ്റ്റ് വരുന്നത്. മുകൾ ഭാഗം ആസ്പെറ്റോസ് ആണ്. ഷീറ്റ്. സാധാരണ എനിക്കിത് പറയുമ്പോൾ ചീസെന്ന് വരാറുള്ളൂ. ഇങ്ങനെ ഹാളിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു റൂം കണ്ടോ. ഇതൊരു റൂം, തൊട്ടടുത്ത് ഇവിടെ ഒരു റൂം. ഇത് പഴയ വീടാട്ടോ, ഒത്തിരി പഴക്കമുള്ള വീടാണ്. അതിനൊന്ന് ചെറുതായിട്ടൊന്ന് മെയിൻറ്റെയിൻ ഒക്കെ ചെയ്ത് ഇങ്ങനെ ആക്കി വെച്ചേക്കുന്നതാണ്. ഈ കർട്ടൻ ഇങ്ങനെ എടുത്ത് കളയുമ്പോൾ ഇതേ ഒരു റൂം. ഇവിടെ നോക്കിയാൽ ജനൽ, എന്തോ കാണാം, കിണർ കാണാം. ഈ ബൾബ് നമ്മൾ ഡിസ്കോ കളിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്ന ബൾബാണ്. അതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെട്ടും. കണ്ടോ, വെട്ടലുള്ള ബൾബാണ്. കണ്ടാ, ഇത് ഇവിടെ ഇരിക്കുന്ന ഒരു ഒടിഞ്ഞ കട്ടിൽ. ഇതിനകത്താണ് അമ്മ കിടക്കുന്നത് രാത്രി. ഇത് എപ്പോഴാണ് രാത്രി കിടന്നിട്ട് ഒടിഞ്ഞ് തറയിൽ വീണെന്ന് അറിയാൻ വയ്യ. ഈ റൂമിൽ ഇങ്ങനെ ഒരു മേശ. ഇതൊക്കെ പണ്ടത്തെ എൻ്റെയൊക്കെ കുഞ്ഞിലേ ഉള്ളതാ കേട്ടോ. എനിക്ക് വന്ന് അച്ഛൻ്റെയൊക്കെ കൊച്ചുപ്രായത്തിലുള്ള മേശയാണ് തോന്നുന്നത്. അതിനകത്ത് എന്തോ വല്ല ഉണ്ടോ അറിയില്ല. വല്ല ആക്രികളും കാണാൻ ചാൻസ് ഉണ്ട്. ഇത് പണ്ടത്തെ നാഗവല്ലിയുടെ ചിലങ്കയല്ല, ഞാൻ ഡാൻസ് പഠിച്ചിരുന്നപ്പോൾ ഉള്ള എൻ്റെ ചിലങ്ക. ഇത് എൻ്റെ പുരാവസ്തു. ഒരു 10-25 വർഷം പഴക്കമുള്ള ചിലങ്ക കേട്ടോ. ഇത് 25 ഒരു 28 വർഷത്തോളം പഴക്കമുള്ള ചിലങ്കയാണിത്. ഇതാണ് അച്ഛൻ ഫോട്ടോ. ഇത് അമ്മയുടെ അമ്മ മരിച്ചു കേട്ടോ. മരിച്ചു പോയ ഫോട്ടോയിൽ മാലിട്ട് വയ്ക്കില്ലല്ലോ. ഇത് ഏതാണ്ടൊക്കെ ആക്രികൾ വാരിപ്പറക്കി കിട്ടേക്കുന്നതാണ് ഗൈസ്. എന്താണെന്ന് എനിക്കറിഞ്ഞില്ല. എന്തിനോ വേണ്ടി വെച്ചേക്കുന്ന ഒരു വിളക്ക് കത്തിക്കാറില്ല. ഈ മുറിലൊരു കട്ടിലുണ്ട് കേട്ടോ. കട്ടിൽ ഒരു മെത്തയുണ്ടെങ്കിലും ഇത് നമ്മൾ ആയുർവേദ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി തടവി കെട്ടിയൊക്കെ വെച്ചേക്കുന്ന കട്ടിലാണ്. ആഞ്ഞൊന്നിരുന്ന് കഴിഞ്ഞാൽ മൂട്ടിൽ വീഴും, ഓടിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അടുത്തത് ഹാളിൽ നിന്ന് ഇവിടെ ഒരു റൂമുണ്ട്. ഇതൊക്കെ എൻ്റെ ചേച്ചീൻ്റെ കലാസൃഷ്ടികളാണ് ഈ കഥകളൊക്കെ വരച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. അതിങ്ങനെ തുറന്ന് കയറുമ്പോൾ ഇവിടെ ഒരു കട്ടിലുണ്ട്. ഇവിടെ ഒരു കട്ടിലുണ്ട്. ഇവിടെ ഒരു ടീപ്പയുണ്ട്. ആ സാധനങ്ങളൊക്കെ വാരി വിളിച്ചിട്ടേക്കും കേട്ടോ. ഇവിടെ ഒരു ജനലുണ്ട്. ഫാന്
ഇതാണ് ഞങ്ങളുടെ അതിവിശാലമായ പാർക്കിംഗ് ഗ്രൗണ്ട്. നമുക്ക് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലം. നമ്മളിവിടെ ഒരു JCB ഹിറ്റാച്ചിയാണ്, ഏതാണ്ട് ഒരു പാറ പൊട്ടിക്കുന്ന സാധനവും ഒരു പോലീസ് ജീപ്പും നമ്മളിവിടെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. അവരോട് ഇരുന്നോളൂ, അവർ ശല്യം ചെയ്യാൻ പോകണ്ട, അവരോട് ഇരുന്നോളൂ. ഈ കട്ടിലാണ് ഞാനും പിള്ളേരും രാത്രി കിടക്കുന്നത്. ഇരിക്കുമ്പോൾ വളരെയധികം സൂക്ഷിച്ചിരിക്കണം. കട്ടിലിനൊരു പ്രത്യേകതയുണ്ട്, മാജിക് കട്ടിലാണ്. രാത്രി നമ്മൾ ഇതിനകത്ത് കിടന്നാൽ രാവിലെ നമുക്ക് തറയിൽ നിൽക്കാം. നിങ്ങളുടെ ഉണ്ടോ അങ്ങനത്തെ കട്ടില്? എന്താണെന്നല്ലേ ഇപ്പം കാണിച്ചു തരാം. കാണാൻ നല്ല അടിപൊളി കട്ടിലാണെങ്കിലും ഈ കട്ടിലിൻ്റെ മെത്ത ഒരു സൈഡ് ഇങ്ങനെ പൊക്കുമ്പോൾ നിൽക്കണ്ട, താഴെ കാണാം, അങ്ങനെ മൊത്തം പോയിരിക്കുകയാണ് കേട്ടോ. കട്ടിൽ മൊത്തം പൊട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു വിധം അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വേണം കിടക്കാൻ. അതുപോലെ തന്നെ ഈ സൈഡും, കട്ടിലിൻ്റെ ഈ സൈഡും ഇത് കണ്ടോ മൊത്തം പോയിരിക്കുക. ഇതാണ് കട്ടിലിൻ്റെ അടിവശം, മൊത്തം പോയിരിക്കുക. അതുകൊണ്ട് ഇതിൽ കിടക്കുമ്പോൾ നമ്മൾ എന്തും പ്രതീക്ഷിച്ച് വേണം കിടക്കാൻ. ഒരു യുദ്ധം തന്നെ പ്രതീക്ഷിച്ച് വേണം കിടക്കാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ രാവിലെ മൂട്ടി നെടിക്കേണ്ടി വരും. ഇനി ഈ മുറിയിൽ നിന്ന് നേരെ ഇറങ്ങുന്നത് ഇപ്പുറത്തൊരു മുറി. ഇവിടെ മുറികൾ മാത്രമേ ഉള്ളൂ, മുറികൾ കാലത്തിട്ട് നടക്കാൻ പോയി, പക്ഷേ കിടക്കാൻ നല്ലൊരു മുറിയില്ലെന്നേ ഉള്ളൂ. ഇതാണ് ഡൈനിങ് ടേബിൾ, ഞങ്ങളുടെ ഡൈനിങ് ടേബിൾ. അതിനകത്തൊക്കെ വല്ല വാങ്ങാണ്ടി ഉണ്ടോ നോക്കട്ടെ. അമ്മ അടച്ചൊക്കെ വെച്ചൊക്കെ എന്താണോ പഴം ബിസ്ക്കറ്റ്, നല്ല നല്ല ഒന്നാമത്തെ റോബസ്റ്റ പഴം. എന്നൊക്കെ ഒരു പഴം കുത്തി കയറ്റിയല്ലോ. എന്നാൽ അടുത്ത് ബാക്കി ഹോം ടൂർ ഒരു പഴം കുന്നിട്ടാവും. എന്താ നോക്കട്ടെ. ഒന്നുമില്ല നാട്ടുകാരെ പറ്റിക്കേ പാത്രം എടുത്ത് അടച്ച് കമത്തി വെച്ചേക്കാം. ഇവിടെ അമ്മയുടെ 2 ബാഗ് തൂക്കിയിട്ടേക്കുവാണ്. ഇവിടെയാണ് ഞങ്ങൾ സ്ഥിരം എല്ലാവരും മൊബൈലുകൾ ചാർജിനിടാവുന്ന സ്ഥലം. ഡൈനിങ് ടേബിൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ആദ്യം ഞങ്ങൾ കുഞ്ഞായിരുന്ന സമയത്ത് ഇതായിരുന്നു മെയിൻ. ഈ ജനലിരിക്കുന്നില്ല, അത് മെയിൻ എൻട്രി ആയിരുന്നു. അവിടെ ഒരു വാതിലായിരുന്നു. അപ്പോൾ അത് മാറ്റിയിട്ട് അവിടെ ജനലാക്കി. അവിടെ ഒരു കുറുകം പോയി. ഇവിടെ തന്നെ മൺവട്ടി, കുന്താലി. അത് കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ ഒരു അലമാരയുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ അലമാരയ്ക്കൊക്കെ ഒരു 10-30 വർഷത്തോളം പഴക്കമുള്ള അലമാരയാണ് കേട്ടോ ഈ ഇരിക്കുന്നത്. കണ്ടാൽ നിങ്ങളൊക്കെ ഞാൻ തള്ളുകയാണെന്ന് പറയെങ്കിലും ഞാൻ ഇന്ന് പുട്ടല്ല ഗൈസ് കഴിച്ചത്, അതുകൊണ്ട് ഞാൻ തള്ളുന്നില്ല. 30 വർഷത്തോളം പഴക്കമുള്ളതാണ്. ഈ ഇരിക്കുന്ന സ്റ്റിക്കറൊക്കെ കണ്ടോ? ഈ സ്റ്റിക്കറൊക്കെ എനിക്കൊരു 10 വയസ്സൊക്കെ ആയ സമയത്ത് ഞാനും ചേച്ചിയൊക്കെ ഒട്ടിച്ച് വെച്ച സ്റ്റിക്കറാണ് കേട്ടോ ഇത്. പിന്നെ അന്നത്തെ തുണി മേടിക്കുമ്പോൾ കിട്ടുന്ന സാധനങ്ങൾ ഇതെല്ലാം ഒത്തിരി ഉണ്ടായിരുന്നു, ഇളക്കി കളഞ്ഞ കേട്ടോ. ഇവിടെ ഫുള്ള് സ്റ്റിക്കറുകളായിരുന്നു, പക്ഷെ എല്ലാം മാറ്റി. ഒത്തിരി സ്റ്റിക്കർ ഉണ്ടായിരുന്നു ഇവിടെ, ഫുള്ള് സ്റ്റിക്കറുകളായിരുന്നു. പക്ഷെ അതെല്ലാം കാലപ്പഴക്കം ചെന്നപ്പോൾ ഇളകി പോയതാവാൻ ചാൻസ് ഉണ്ട്. 30 വർഷത്തോളം പഴക്കമുള്ളതാട്ടോ ഈ അലമാര. അവിടെ നമ്മളിങ്ങനെ തുറക്കാൻ പറ്റുന്നില്ല. പണ്ടത്തെ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ആണ്, ഞാൻ എഴുതിയതാണ് കേട്ടോ. നടേശൻ കെ രാജി എൻ്റെ എനിക്ക് തോന്നുന്നു ഞാനിത് എഴുതിയത് ഞാനൊരു 6ാം ക്ലാസ്സിലെങ്ങാണ്ട് പഠിക്കുന്ന ടൈമിൽ എഴുതിയതാണ് കണ്ടോ. ഇത് പിന്നെ അമ്മയുടെ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിനകത്ത്. നമ്മൾ പിന്നെ ഇവിടെ എല്ലാത്തതുകൊണ്ട് അമ്മയുടെ അച്ഛൻ്റെയും തുണി ഐറ്റംസ് മാത്രമേ ഇതിനകത്തുള്ളൂ. ഞങ്ങളുടെ ആരതും ഇല്ല കേട്ടോ, ഞങ്ങളിവിടെ അല്ലല്ലോ താമസം. കുബേരനെ വെച്ച പൈസ കൊണ്ട് വരുമെന്ന് പറഞ്ഞിട്ട് ഇതേണ്ടേ 10-20 വർഷം കൊണ്ട് ഈ ആമാനിനകത്തിരിക്കുക. എന്നിട്ട് ഇതിനകത്ത് ദാരിദ്ര്യം അല്ലാണ്ട് 10 പൈസ ഞാൻ കണ്ടില്ല അലമാരക്കകത്ത്. കയറി ഇരിക്കുക, വല്ലപ്പോഴൊക്കെ വല്ല നിധി കുമ്പൊക്കെ തരായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ അലമാരയുടെ വിശേഷം. ഇപ്പോൾ ഇതടയ്ക്കാം. ഇതെല്ലാം അമ്മയുടെ സാരികൾ കേട്ടോ. അമ്മയ്ക്ക് സാരി ഇല്ലാന്ന് പറഞ്ഞാൽ ആരാ? ഇവിടെ വന്ന് കാണും, ഇത് കണ്ടോ, ഇതെല്ലാം അമ്മയുടെ സാരികളാണ്. പക്ഷെ അമ്മയ്ക്ക് ഇങ്ങനെ ഒന്നും നശിപ്പിച്ച് കളയുന്നത് താല്പര്യമില്ലാത്തതുകൊണ്ട് അമ്മ ഉടുത്ത് തന്നെ പിന്നെ ഉടുത്തോണ്ടിരിക്കുന്നത്. നല്ല നല്ല സാരികളെല്ലാം ഇതിനകത്തോടെ അട്ടിയടിക്ക് വെച്ചേക്കുക. ഒരു ദിവസം ഇതെല്ലാം കൂടെ ഞാൻ തൂക്കി കൊടുക്കും. കണ്ടോ എന്തോരം സാരികളാണ് ഇരിക്കുന്നത്, ഇതെല്ലാം അമ്മയുടെ സാരി കേട്ടോ. ഇത് നേരെ വരുന്നതാണ് ഇതാണ് എൻ്റെ അമ്മയുടെ കൊട്ടാരം, അടുക്കള. കൊട്ടാരത്തിലെ അംബിക മഹാറാണി കൊച്ചുമകളായ ശീതനന്ദ മഹാറാണിയെ കയ്യിൽ വെച്ചുകൊണ്ട് കട്ടൻ ചായ ഇടുവാണെന്ന് തോന്നുന്നു. അമ്മയ്ക്ക് തലവേദന. അമ്മയ്ക്ക് എന്ന് അമ്മയുടെ മകളായിട്ട് ഞാൻ ജനിച്ചു അന്ന് മുതൽ അമ്മയ്ക്ക് തലവേദന തുടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം കുടത്തിലൊക്കെ വെള്ളങ്ങൾ കോരി വെച്ചേക്കാം കേട്ടോ. കാരണം നമുക്കിവിടെ മോട്ടറൊന്നുമില്ല, കിണറ്റിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ട് വരണം. അപ്പം സമയം കിട്ടുമ്പോൾ അച്ഛനും അമ്മയും കൂടെ വെള്ളം കോരിക്കൊണ്ട് വയ്ക്കും. ഇതാണ് നമ്മുടെ അടുക്കള വിശേഷം. പാത്രങ്ങൾ ഇഷ്ടം മാതിരി ഉണ്ട് കേട്ടോ. ഇവിടുത്തെ പാത്രങ്ങൾ കുറേ നമ്മുടെ ആയൂര് വീട്ടിൽ കിടക്കുവാണേ. അച്ഛൻ എപ്പോഴും വഴക്കുറന്ന കാര്യം ഇതാണ്, എത്ര പാത്രങ്ങളുണ്ടെങ്കിലും അമ്മ കടയിൽ പോയാൽ പിന്നെയും പാത്രം മേടിക്കും. കണ്ടോ, ഈ ഒരു സ്റ്റാൻഡ് നിറയെ പാത്രങ്ങളാണ്. വേറെ ഉണ്ട് കേട്ടോ. എന്താ വച്ചേക്കുന്നത്? വാളമീൻ ഗൈസ്, കറി വയ്ക്കാനുള്ള വാളമീൻ. ഞാൻ നേരത്തെ പറഞ്ഞ അമ്മ ഒന്നും കളയാറില്ല, അതുകൊണ്ട് തന്നെ കുപ്പികളെല്ലാം അമ്മ കഴുകി ഉണക്കി ഇങ്ങനെ വയ്ക്കാറുണ്ട്.
കാരണം എപ്പോഴെങ്കിലും എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ മേടിക്കാൻ വിട്ടു വയ്ക്കാം. അതിനകത്ത് മുളക് പൊടി ഉണ്ട് കേട്ടോ. ഇതെൻ്റെ അമ്മയ്ക്ക് ശ്രീധരൻ കിട്ടിയ ചെമ്പ് കലം. ശ്രീധരൻ കിട്ടിയതല്ല കേട്ടോ, പൊങ്കാലയ്ക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് മേടിച്ച് വെച്ചിരിക്കുന്നതാണേ. ഇത് നമ്മുടെ ഗ്യാസ്, കട്ടൻ ചായക്കുള്ള വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ്, തൊട്ടാ കൈകൊള്ളും. ദേ ഇരിക്കുന്ന അടുത്ത പാത്രത്തിൻ്റെ സ്റ്റാൻഡ് ഉണ്ടോ. പാത്രത്തിനകത്ത് വയ്ക്കാനൊന്നുമില്ലെങ്കിലും പാത്രം ഇഷ്ടം പോലെ ഉണ്ട്, കാര്യമായിട്ട് പാത്രങ്ങളുണ്ട്. ഞാൻ കണ്ടോ, ഇതെല്ലാം എൻ്റെ അമ്മയുടെ കുപ്പി ഗ്ലാസ്സുകളുടെ കമനീയ ശേഖരമാണ്. ഏതെടുത്താലും 10 രൂപ. ഇത് കുറേയൊക്കെ ചേച്ചി ബാംഗ്ലൂർ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവൾ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഗ്ലാസ്സുകളാട്ടോ എല്ലാം. അമ്മയ്ക്ക് ഈ കുപ്പി ഗ്ലാസ്സുകളോടെല്ലാം ഭയങ്കര ആരാധന ആയതുകൊണ്ട് തന്നെ ചേച്ചി വരുമ്പോൾ അമ്മയ്ക്ക് ഗ്ലാസ് കൊടുക്കാറുണ്ട് കേട്ടോ. എല്ലാ മോഡൽ ഗ്ലാസ്സുകളും ഉണ്ട് ഇവിടെ. ഉണ്ട്. ഇത് റൈസ് കുക്കർ, ഇതിനകത്ത് ചോറ് ഉണ്ട്, അതുകൊണ്ട് തുറന്ന് കാണിക്കുന്നില്ല. എന്താണ് ബക്കറ്റിനകത്ത് മുട്ടയാവാനാണ് ചാൻസ്. മുട്ട ഇവിടെ മൊത്തം കുപ്പിപ്പാത്രങ്ങളാണ് അമ്മയുടെ. എന്താ എനിക്കൊന്ന് ഉപ്പുമാങ്ങയൊക്കെ ഇട്ട് വയ്ക്കുന്ന ഭരണി, അതിനകത്ത് വല്ലതും ഉണ്ടാവോ നോക്കാം, എന്തെങ്കിലും ഉണ്ടോ. ഉപ്പുമാങ്ങ ഇല്ല, അതിന് ഒരു ഉപ്പുണ്ട് ആശീർവാദിൻ്റെ, അവിടെ ഇരിക്കട്ടെ. ഈ പാത്രമൊക്കെ ഉപയോഗിച്ചിട്ട് വർഷങ്ങളായി കേട്ടോ, അതായത് മൂത്തൊക്കെ ഇരിക്കുന്നത്. ഇനി എന്ന് കായ്ക്കുമെന്തോ. എന്തുവാ ചക്കക്കുരു? ചക്കക്കുരു അത് നമ്മൾ കായ്ക്കാനായിട്ടൊക്കെയാണ് തോന്നുന്നു. കൊണ്ട് വെള്ളദാഹം ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വലിയ കുപ്പി മാസം എടുത്ത് കുടിക്കാവുന്നതാണ് ഫ്രൂട്ടി. ഇത് ഞങ്ങളുടെ ഫ്രിഡ്ജാണ് കേട്ടോ. നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഇങ്ങനത്തെ ഫ്രിഡ്ജുണ്ടോ? ഒരു വെറൈറ്റി ഫ്രിഡ്ജല്ലേ. ഇതൊരു 10-15 വർഷം മുന്നേ ചേച്ചി എവിടാണ്ട് ജോലി ചെയ്തിരുന്നപ്പോൾ മേടിച്ചതാട്ടോ. അന്നൊക്കെ പിന്നെ ഇങ്ങനത്തെ ഫ്രിഡ്ജൊക്കെ ആയിരുന്നല്ലോ. ഇതാകുമ്പോൾ എനിക്കൊന്ന് കമ്പനിക്കാരുടെ ഒന്നും കണ്ട് റേറ്റ് കുറച്ച് മേടിച്ച സംഭവം ആണെന്ന് തോന്നുന്നു ഫ്രൂട്ടിയുടെ. ഇതിപ്പോൾ വർക്കിംഗ് ആണ്, 15-18 വർഷത്തോളം ആയ ഫ്രിഡ്ജാണ്, പക്ഷേ വർക്കിംഗ് ആണ്. പക്ഷേ ഇതേ കണ്ടോ, ഇതിൻ്റെ സൈഡൊക്കെ തുറന്നിരിക്കുക. അപ്പോൾ കറണ്ട് ഒരുപാടാവുന്നതല്ലേ ഉണ്ടോ, എന്ത് വെട്ടമില്ലാതെ. ഇതിൻ്റെ വാഷർ കംപ്ലൈൻ്റ് ആയിട്ട് ഇത് എപ്പോഴും ഇങ്ങനെ തുറന്നേ ഇരിക്കത്തുള്ളൂ. പക്ഷേ ഇത് നമ്മൾ ഓണാക്കി ഇട്ടേക്ക് കേട്ടോ. ഇത് കണ്ടോ, ഫ്രിഡ്ജ് ഓണാണ് കണ്ടോ. ഇത് കണ്ടോ, 10-12 വർഷമായ ഫ്രിഡ്ജാണേ. അങ്ങനെ അടുക്കളയിൽ ഏറ്റവും വിലപിടിപ്പുള്ളൊരു സാധനം ഉണ്ട് കേട്ടോ. വേണ്ട തേങ്ങ, നല്ല നാടൻ തേങ്ങ. കിലോ 72 രൂപയ്ക്ക് മേടിച്ച തേങ്ങയാണ്. 4 കിലോ തേങ്ങ. ഇത് നല്ല വിലയുള്ള സാധനം. തേങ്ങയ്ക്ക് ഇപ്പോൾ എന്താ വിലയല്ലേ. നമ്മുടെ അടുക്കളയിൽ വാഷ് ബേസിനുണ്ട്, പക്ഷേ പൈപ്പില്ല, പൈപ്പ് കണക്ഷൻ ഇല്ല കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ മോട്ടറും ടാങ്കും മറ്റ് സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പൈപ്പ് കണക്ഷൻ ഇല്ല. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ ഒരു അടുപ്പുണ്ട്. ഇവിടെയാണ് നമ്മുടെ പുറത്തടുപ്പ് ഇതാണേ. നമുക്ക് വേറെ അടുക്കളയില്ല, വേറെ അടുപ്പൊന്നുമില്ല. അകത്ത് ഗ്യാസ് മാത്രമേ വയ്ക്കാൻ പറ്റൂ. പിന്നെ ഉള്ളത് ഇതാണ്. ഇതിനകത്താണ് അമ്മ ചോറൊക്കെ വയ്ക്കുന്നതൊക്കെ, ചോറും കറിയൊക്കെ വയ്ക്കുന്നത്. ഇതെല്ലാം നമ്മുടെ വീടിൻ്റെ പുറകുവശമാണ്. ഇവിടെയൊക്കെ നടക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം കേട്ടോ. കാരണം ഇത്രയും കാടായതുകൊണ്ട് പന്നി, ഇവിടെ ഭയങ്കര പന്നിശല്യമാണ്. ഇത് കണ്ടില്ലേ, മൂട്ടിൽ നിന്ന് ചക്കയൊക്കെ പന്നി ഇതേ കുത്തി താഴത്തലിട്ടേക്കോ. ഫുള്ള് കാടാട്ടോ. ഞാനിപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് പേടിയുണ്ട്. അപ്പോൾ എപ്പോഴാണ് പന്നി നമ്മൾ അറ്റാക്ക് ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ല. ഈ കണ്ടോ, ഫുള്ള് കാടാണ് കേട്ടോ. കാടല്ല, റബ്ബറും മരങ്ങളാണ് ഫുള്ള്. ഇവിടെ പുറകിലൊന്നും ഒരൊറ്റ വീട് പോലും ഇല്ല, ഫ്രണ്ടിലോട്ടേ വീടുള്ളൂ കേട്ടോ. ഇവിടെ കൂടെ ഇറങ്ങി പോകുമ്പോൾ പണ്ട് ഞങ്ങളുടെ ഈ ഏരിയയിലുള്ള എല്ലാ ആൾക്കാരും കുളിക്കാൻ പോകുന്നൊരു കുളം, അന്ന് വേറെ ഈ വാട്ടർ സപ്ലൈയോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്ന സമയത്ത് ഞങ്ങളിപ്പോൾ ഈ പോകുന്ന കുളത്തിലാണ് കുളിക്കാൻ പോയിക്കൊണ്ടിരുന്നത്. കുളിക്കാൻ പോയി ശരിക്കും ക്യൂ ആയിരുന്നു കേട്ടോ. ക്യൂ നിന്നാണ് കുളിച്ചിരുന്നത്. കാരണം വേറെ വെള്ളമൊന്നുമില്ല. ഒരു ഫാമിലി കുളിച്ച് കയറുമ്പോൾ അടുത്ത ഫാമിലി അങ്ങനെയായിരുന്നു. നോക്കിപ്പോടാ, ചിലപ്പോൾ പാമ്പുണ്ടാവും. കാണിച്ചില്ല കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ടൊരു പന്നിയുടെ ആക്രമണം കാണാൻ സാധിക്കുന്നതായിരിക്കും. പേടിയാവുന്നു. ഞാൻ ഇങ്ങോട്ടൊക്കെ വന്നിട്ടിപ്പോൾ, ഞാൻ ഈ കുളത്തിലോട്ടൊക്കെ വന്നിട്ട് എനിക്ക് തോന്നുന്നൊരു 20 വർഷത്തോളം ആവും ഞാൻ ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. ഈ വഴിയായിരുന്നു ഞങ്ങൾ കുളത്തിൽ പോയിക്കൊണ്ടിരുന്ന വഴി. പക്ഷേ ഇപ്പോൾ ആ വഴിയൊന്നും ആൾ ഇറങ്ങാത്തതുകൊണ്ട് ഫുള്ള് കാടാട്ടോ. ഇപ്പോൾ അതിലേക്കൂടെ ഇറങ്ങാൻ പറ്റത്തില്ല. ഞാനിപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ കൂടെ വരുന്നത്. ഇത് എനിക്ക് പേടിയാണ് ഇതിലേക്കൂടെ പോകാൻ. ഫുള്ള് കാടായതുകൊണ്ട് തന്നെ രാജവെമ്പാല കയറി കിടന്നാൽ പോലും അറിയാൻ വയ്യാത്ത അത്രയും കാട്. എന്നാലും നിങ്ങളെ കാണിക്കേണ്ട ചുമതല എനിക്കുള്ളതുകൊണ്ട് കാണിക്കാം. ഈ കുളത്തിൽ കുളിക്കാൻ വരുമ്പോൾ ഇവിടെയൊക്കെ ഫുള്ള് വെള്ളം. ഞങ്ങളുടെ മുട്ടിൻ്റെ അവിടെ വരെ വെള്ളം ഉണ്ടാകും കേട്ടോ ഇവിടെയൊക്കെ. കാരണം ഇങ്ങനെ ഊറ്റ് വെള്ളം വന്നിട്ട് ഫുള്ള് വെള്ളമായിരുന്ന സ്ഥലമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇല്ല കേട്ടോ അതൊന്നും. ഇപ്പോൾ ഇതേ കുളം കണ്ടോ. ഞാൻ അവിടെ ഇറങ്ങി എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇതാണ് കുളം കേട്ടോ. എനിക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല, അതുകൊണ്ട് നന്നായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല. വെള്ളം തീരെ കുറവാണ്. പണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് എന്തോരം മീൻ പിടിച്ചിട്ടുണ്ടെന്ന് അറിയാമോ ഈ കുളത്തിൽ നിന്ന്. ഈ പണ്ടൊക്കെ നമ്മുടെ മാനത്ത് തന്നെ ഈ പൊത്ത അതുപോലെയുള്ള മീനൊക്കെ പിടിച്ച് കുപ്പിയിലാക്കൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമായിരുന്നല്ലോ. അന്നൊക്കെ ഒരുപാട് മീൻ പിടിച്ച കുളമാണിത്. ഇപ്പോൾ അപ്പോൾ നമ്മുടെ വിതിരയിലുള്ള അമ്മ വീടിൻ്റെ ഹോം ടൂർ
ഇത്രയേ ഉള്ളൂ. വലിയ സംഭവമൊന്നുമല്ല, പക്ഷേ എങ്കിലും നമ്മുടെ അടുത്ത് കുറേ പേര് പറഞ്ഞിട്ട് ചെയ്തൊരു വീഡിയോ കേട്ടോ. എനിക്ക് തോന്നുന്നു 2 മാസം മുന്നേയൊക്കെ നമ്മളിവിടെ വന്ന സമയത്ത് ഒത്തിരി പേര് പറഞ്ഞിരുന്നു, ചേച്ചി പിന്നെ വീടൊന്ന് കാണിക്കാമോ, ഹോം ടൂർ ചെയ്യാമെന്നൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഞാൻ പറഞ്ഞില്ലേ, ജനുവരി 1 മുതൽ തുടങ്ങിയ അസുഖങ്ങളാണ്, ആർക്കും ഒരു കുറവുമില്ല. അങ്ങനെ ചെയ്യാൻ പറ്റാതെ കുറച്ച് വിഷയങ്ങളായിട്ട് ചെയ്യാതിരുന്നതാണ്. പിന്നെ എന്താണ്, അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ ആയൂരുള്ള മഞ്ഞപ്പാറ വീട്ടിലേക്ക് തിരിച്ചു പോകും. പിന്നെ ഇനി മോന് സ്കൂൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ വരലൊന്നും ഉണ്ടാവില്ല. കഴിഞ്ഞ വർഷം തന്നെ ഒത്തിരി സ്കൂളിൽ പോകാത്ത ഒരുപാട് ദിവസങ്ങൾ പോയി. അപ്പം 2ാം ക്ലാസ് മുതലെങ്കിലും കറക്റ്റായിട്ട് സ്കൂളിലൊക്കെ പോകണം എന്നൊക്കെയുള്ളൊരു വിശ്വാസത്തിലാണ് ഇരിക്കുന്നത്. പക്ഷേ അസുഖം എന്ത് ചെയ്യാനാണ്. അപ്പോൾ വേറൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ചാനൽ കണ്ട് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ നിങ്ങൾ ചെയ്യുമെന്ന് എനിക്ക് അറിയാമെന്നുള്ളതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലുള്ളവരെല്ലാവരും നമുക്ക് ഭയങ്കര കട്ട സപ്പോർട്ടാണ്. അതുകൊണ്ട് ആ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.